ഹായ് ഹലോ ഇന്നൊരു സിമ്പിളായിട്ട് ബേബി ക്രീം വെച്ച് ചെയ്യാൻ പറ്റുന്നൊരു മേക്കപ്പാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് പ്ലീസ് ഡു സപ്പോർട്ട്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. മെയിനായിട്ട് ഈ മേക്കപ്പ് ലുക്കിൻ്റെ എല്ലാം അണ്ടർ ബഡ്ജറ്റാണ്. ഓൾമോസ്റ്റ് 300 റുപ്പീസിന് താഴെയാണ് എല്ലാം വരുന്നത്. ആൻഡ് 100 റുപ്പീസിന് താഴെ വരുന്ന പ്രോഡക്ട്സും ഉണ്ട്. എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രോഡക്ട്സ് ആണ്. നമ്മുടെ പേർപ്പിൾ നൈക്കയിലൊക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ നൈക്ക ബിഗ് ഫ്രൈഡേ സെയിലൊക്കെ നടക്കുകയല്ലേ, ബ്ലാക്ക് ഫ്രൈഡേ സെയിലൊക്കെ നടക്കുകയല്ലേ. അപ്പോൾ ഇതിൻ്റെ എല്ലാ പ്രോഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനായിട്ട് എഴുതി കാണിക്കാം. ഓക്കെ, ദെൻ മൂവിങ് ടു ദ വീഡിയോ. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു നമ്മുടെ ഒരു ലിപ് ബാമാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും കുറേ നാളായിട്ട് ജോബ്സിൻ്റെ ഒരു ലിപ് ബാമാണ് യൂസ് ചെയ്യുന്നത്. ജോബ്സ് ഹെർബൽ എന്ന് പറഞ്ഞൊരു ലിപ് ബാമാണ്. ഓക്കെ, ഈ പിഗ്മെൻ്റ് ലിപ്സിനൊക്കെ നല്ലതാണ് കേട്ടോ. ഇനി അടുത്തത് ഞാനൊരു ടോണറാണ് യൂസ് ചെയ്യുന്നത്. ടോണർ എന്ന് പറയുമ്പോൾ മോസ്റ്റ് അഫോർഡബിൾ റേഞ്ചിൽ വരുന്നത് ബെല്ല വിറ്റയുടെ ഗ്ലോണർ ഫേസ് ടോണറാണ്. ഇതിനകത്ത് ആലോവേര ആൻഡ് റോസ് വാട്ടർ എസൻഷ്യൽസ് ആണുള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യാം. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഡാമ്പ് ചെയ്തിട്ട് നമ്മൾ അടുത്തത് നമ്മുടെ ഒരു മോയ്സ്ചറൈസറാണ്. മോസ്റ്റ് അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന എന്നാൽ അടിപൊളി റിസൾട്ട് തന്നൊരു ഹൈഡ്രേറ്റിംഗ് മോയ്സ്ചറൈസറാണ് നമ്മുടെ പോൺസിൻ്റെ ലൈറ്റ് മോയ്സ്ചറൈസർ. കണ്ടോ, അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഓൾമോസ്റ്റ് എല്ലാവരുടെ കയ്യിലും കാണും. മോസ്റ്റ് അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന ഒരു മോയ്സ്ചറൈസറാണ്. ഓക്കെ, നല്ലപോലെ ഡാമ്പ് ചെയ്ത് കൊടുക്കും. നെക്സ്റ്റ് ഒരു പ്രൈമറാണ് യൂസ് ചെയ്യുന്നത്. ഏസ് ഓഫ് ബേസ് എന്ന് പറഞ്ഞിട്ട് റീകോണിൻ്റെ ഒരു പ്രൈമറാണ് യൂസ് ചെയ്യുന്നത്. ഒരു 10 ഗ്രാമിൻ്റെ ഒരു ചെറിയ പാക്കറ്റാണ്. ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ഈവൻ പർപ്പിൾ നൈക്കയിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ പ്രൈമർ ഇട്ടു. ഏസ് ഓഫ് ബേസ് എന്ന പ്രൈമറാണ് ഇട്ടത്. റീകോഡിൻ്റെ ഒരു അടിപൊളി പ്രൈമറാണ്. ഒരു മാറ്റിഫൈങ് പ്രൈമറാണ്. റീകോഡിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ പ്രോഡക്ട്സും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ യൂസ് ചെയ്യുന്നത്, എനിക്ക് നല്ല രീതിയിലുള്ള പിഗ്മെൻറ്റേഷൻ ഉണ്ട് അറൗണ്ട് ദി ഐസൊക്കെ. അപ്പോൾ ഒരു ഒരു കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. ഒരു ഡാർക്ക് കളർ കൺസീലറാണ് യൂസ് ചെയ്യുന്നത് ടു കവർ അപ്പ് ദ പിഗ്മെൻറ്റേഷൻസ്. ഇത് ഇൻസൈറ്റിൻ്റെ NC5 മീഡിയം യെല്ലോ. ഇത് എനിക്ക് ഇപ്പോൾ എനിക്കൊരു 113 ആണ് റേറ്റ്. ഞാൻ വാങ്ങുമ്പോൾ ഒരു ഓഫറിൽ 90 സംതിങ്ങിനാണ് എനിക്ക് കിട്ടിയത്. ഇതിൻ്റെ പല ഷെയ്ഡ്സ് അവൈലബിൾ, ഈവൻ ഓറഞ്ച്, പീച്ച്, ബീച്ച് ഒക്കെ അവൈലബിൾ ആണ്. ഓക്കെ, കുറച്ചെടുത്തിട്ട് നമുക്ക് പിഗ്മെൻറ്റേഷൻസ് ഉള്ള ഭാഗത്തൊക്കെ ഇടും. ഇഫ് യു വോണ്ട് ഡയറക്റ്റ്ലി അപ്ലൈ, നമുക്ക് BB ക്രീം അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്കിത് ചെയ്യാം. പക്ഷേ ജസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ കൺസീൽ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ വി വിൽ ഗെറ്റ് ദാറ്റ് ഫിനിഷ്. നമ്മുടെ കൺസീലർ വെച്ച് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കവറപ്പ് ചെയ്തിട്ടുണ്ട്. ലൈറ്റായിട്ടുള്ള കവർ. ഇതൊരു ലൗഡ് മേക്കപ്പ് അല്ല, ഒരു സട്ടിലായിട്ടുള്ള മേക്കപ്പാണ്. ഇനി അടുത്തത് നമ്മുടെ BB ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഐ ആം യൂസിങ് ഐവറി ഷെയ്ഡ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു BB ക്രീമാണ് പോൺസിൻ്റെ BB പ്ലസ് ഐവറി ഷെയ്ഡ്. ഓക്കെ, അപ്പം നമ്മൾ ആ ഷെയ്ഡ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫേസ് ഫുള്ളൊന്ന് ഡാമ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ വേറെ ഒന്നും യൂസ് ചെയ്യുന്നില്ലല്ലോ, ഫൗണ്ടേഷൻ, വേറെ കൺസീലർ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ലൈറ്റ് ഷെയ്ഡ് കൺസീലറാണ് ഞാൻ ഉദ്ദേശിച്ചത്, അതൊന്നും യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് നമ്മൾ ഡാമ്പ് ചെയ്തിട്ട് നല്ലപോലെ നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ക്യാൻ യൂസ് ഹാൻഡ്സ്. നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തു, BB ക്രീം ബ്ലെൻഡ് ചെയ്തു. അടുത്ത മാർസിൻ്റെ ഒരു ഐബ്രോ പെൻസിലാണ് എടുക്കുന്നത്. അടിപൊളി ഐബ്രോ പെൻസിലാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് ഷേപ്പ് ചെയ്യാം. ഐ ആം യൂസിങ് ഡാർക്ക് ബ്രൗൺ കളർ.
ഓക്കെ, അപ്പോൾ നമ്മൾ ഐബ്രോസ് ചെയ്ത് ഞാനത് കുറച്ച് ത്രെഡ് ചെയ്തിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ലൈറ്റ് ബ്രൗൺ ഐബ്രോസാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ ഇനി അടുത്ത നമ്മൾ ബ്ലഷറാണ്. ഇൻസൈഡിൻ്റെ മേക്കപ്പ് എസെൻഷ്യൽ വന്ന ഒരു ബ്ലഷറാണ്. ഷെയ്ഡ് വന്നിട്ട് 06 കാരമൽ എക്ലെയർ. ഓക്കെ, നല്ലൊരു ഷെയ്ഡാണ് ഇത്. എനിക്ക് അണ്ടർ 100 റുപ്പീസിലാണ് കിട്ടിയത്. 75-നാണ് എനിക്ക് കിട്ടിയത്. നല്ലൊരു ഷെയ്ഡാണ്. അടുത്തതൊരു ബ്രോൺസർ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ കോണ്ടൂർ ആൻഡ് ബ്രോൺസ് NY ബേയുടെ പ്രോ എന്ന് പറഞ്ഞിട്ടൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ്. ഓക്കെ, അപ്പം നമ്മളിതാണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് ലിപ്സ്റ്റിക്കാണ്. ലിപ്സ്റ്റിക്ക് വന്നിട്ട് നമ്മുടെ നൈക്കയുടെ ജെയ്ഡ് റോസ് എന്ന് പറഞ്ഞൊരു അടിപൊളി ഒരു പിങ്ക് ഷെയ്ഡാണ്, ഒരു മാവ് പിങ്ക് ഷെയ്ഡാണ്. അപ്പോൾ നമുക്ക് അതിൽ ഓക്കെ. അങ്ങനെ നമ്മൾ ലിപ്സ്റ്റിക്ക് ഇട്ടു. ഇനി അടുത്തത് റെനയുടെ മിഡ് നൈറ്റ് കാജൽ വച്ചിട്ട് നമ്മൾ കണ്ണിൻ്റെ മുകളിൽ വാട്ടർ ലൈൻ മാത്രമാണ് എഴുതി കൊടുക്കുന്നത്. ഒരു സിമ്പിൾ ആൻഡ് സട്ടിൽ ലുക്കാണ്. അപ്പോൾ ഓവർ കാജലൊന്നും ഇടുന്നില്ല. അടുത്തത് മസ്കാരയാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ലോറിയൽ ലാഷ് പാരഡൈസിൻ്റെ മസ്കാരയാണ്. ഓക്കെ, നമ്മുടെ ഹൈലൈറ്ററിന് നമ്മൾ മാർസിൻ്റെ ഇലുമിനാറ്റി ബേസ് എന്നൊരു സ്ട്രോബ് ക്രീമാണ്. സ്ട്രോബ് ക്രീം ഒരു ഇലുമിനാറ്റി ബേസ് പ്രൈമറായിട്ടൊക്കെ യൂസ് ചെയ്യാം. ജസ്റ്റ് നമ്മൾ അത് യൂസ് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ലുക്ക്. BB ക്രീം യൂസ് ചെയ്തിട്ട് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രോഡക്റ്റ്സ് വെച്ചിട്ട് ഒരു ക്ലീൻ, ഒരു സ്ലീക്ക് ലുക്കാണ്, ഒരു നാച്ചുറൽ ഫിനിഷുള്ള ലുക്കാണ്, ഒരു അടിപൊളി ലുക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്താണ് പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എല്ലാം അപ്പോൾ അഫോർഡബിൾ പ്രോഡക്റ്റിൽ ചെയ്തതാണ്. ഇതേപോലെ വീഡിയോസ് ആണെങ്കിൽ പ്ലീസ് ടു കമൻറ്റ് ബിലോ ആൻഡ് പ്ലീസ് ടു സപ്പോർട്ട്. ദെൻ ടാറ്റ, ബൈ ബൈ, സീ യു.